കവിതാരാമത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കല്ലൂർ ഈശ്വരൻ പോറ്റി. തിരുവനന്തപുരം ജില്ലയിലെ നെല്ലനാട് എന്ന ഗ്രാമത്തിൽ വെഞ്ഞാറമൂട് എന്ന സ്ഥലത്ത് ജനനം. അച്ഛൻ കല്ലൂർ വിളാകത്ത് മഠത്തിൽ സുബ്രഹ്മണ്യൻ പോറ്റി, അമ്മ ദേവകി. കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഇദ്ദേഹം പാരലൽ കോളേജ് അധ്യാപകനായി ജോലി ചെയ്തു. ദ ക്യാമ്പോ ലിമിറ്റഡ് എന്ന കേന്ദ്ര സഹകരണ സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കുകയും 5.5 വർഷത്തോളം കൊൽക്കത്ത ബ്രാഞ്ചിൽ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ജോലിയിൽ പ്രവേശിച്ചു. ഡെപ്യൂട്ടി സെക്രട്ടറി തസ്തികയിൽ നിന്ന് 2016 സെപ്റ്റംബറിൽ വിരമിച്ചു. സ്കൂൾ കാലഘട്ടത്തിലാണ് വായനയോടുള്ള താല്പര്യം ഉടലെടുത്തത്. നാടകത്തോടുള്ള ആഭിമുഖ്യം കാരണം ചില മത്സര നാടകങ്ങളിൽ അഭിനയിച്ചു. വായനയും നാടകാഭിനയവുമാണ് എഴുത്തിൻ്റെ വഴിയിലേക്ക് നയിച്ചതെന്ന് പറയാം. ആനുകാലികങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും എഴുതുന്നു. നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2 കവിതാ സമാഹാരങ്ങൾ, മൗനം വിഴുങ്ങുന്ന സന്ധ്യ, കാലം തെറ്റിയ കവിതകൾ. വേർഡ് ടു വേൾഡ് വചനം ലോകത്തിലേക്ക് എന്ന ചാനലിലെ കവിതാരാമം എന്ന പ്രോഗ്രാമിലേക്ക് ഒരു എഴുത്തുകാരൻ, കവി എന്ന നിലയിൽ എന്നെ ക്ഷണിച്ച ഈ ചാനലിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അതിൻ്റെ സംരംഭകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒപ്പം തന്നെ എൻ്റെ കവിതകളെ കേൾക്കുകയും എൻ്റെ കവിതകളെ ആസ്വദിക്കുകയും എനിക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്ത നിങ്ങളേവരോടും എൻ്റെ നന്ദിയും കടപ്പാടും കൂടി ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലായി ഞാൻ സ്വരൂപിച്ച അല്ലെങ്കിൽ ആർജിച്ച അറിവുകൾ, അനുഭവങ്ങൾ ഒക്കെ പല ഘട്ടങ്ങളിലായി ഞാൻ ചെറിയ ചെറിയ വരികളിൽ കുറിച്ചു വയ്ക്കുകയും പിന്നീട് അത് കവിതകളായി പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ കവിതയ്ക്കും പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്. അത് എൻ്റെ അനുഭവങ്ങളും മറ്റുള്ളവരുടെ അനുഭവങ്ങളെ ഞാൻ അനുഭവിച്ചതുമായ വിഷയങ്ങളെ മുൻനിർത്തിയുള്ള വരികളാണതൊക്കെ. ആ കവിതകൾ ഞാൻ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള 2 കവിതാ സമാഹാരങ്ങൾ ഞാൻ പുറത്ത് ഇറക്കിയിട്ടുണ്ട്. ഇനി ഒരു കവിതാ സമാഹാരം പിന്നണിയിൽ തയ്യാറായി വരുന്നുണ്ട്. പലപ്പോഴും കവിതകളെ ആളുകളിലേക്ക്, അനുവാചകരിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. പ്രിൻ്റ് മീഡിയകൾ, സോഷ്യൽ മീഡിയകൾ, സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇന്ന് സജീവമാണ്. എങ്കിലും എഴുതപ്പെടുന്ന നല്ല നല്ല കവിതകൾ അനുവാചകരിൽ എത്തിക്കുവാനുള്ള ഒരു സാധ്യത കുറഞ്ഞു വരുന്നു എന്നാണ് കാണുന്നത്. കാരണം വായനയുടെ ഒരു ലോകം ചുരുങ്ങി വരികയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലൈബ്രറികളിലും അതുപോലെ പുസ്തകാലയങ്ങളിലുമൊക്കെ, ഗ്രന്ഥാലയങ്ങളിലും ഗ്രന്ഥപ്പുരകളിലും ധാരാളം പുസ്തകങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അവിടെയൊന്നും ആരും പോയി പുസ്തകങ്ങൾ എടുക്കുന്നില്ല. ഒരുപക്ഷെ ഈ സോഷ്യൽ മാധ്യമങ്ങളുടെ, സാമൂഹ്യ മാധ്യമങ്ങളുടെ വ്യാപകമായ ഉപയോഗം മൂലം എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്നു എന്നതുകൊണ്ടാവാം നമ്മൾ ലൈബ്രറികളിലേക്ക്, പുസ്തക വായനയിലേക്ക് പോകാത്തത്. എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണവശങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളുടെ, സോഷ്യൽ മീഡിയകളുടെ ഗുണവശങ്ങൾ തീർച്ചയായിട്ടും അത് വിദ്യാർത്ഥികളിൽ വരെ എത്തുന്നുണ്ട്. കഴിഞ്ഞ കൊറോണ കാലത്ത് നമുക്കറിയാം, വിദ്യാർത്ഥികളെ വീട്ടിലിരുത്തി പഠിപ്പിക്കുവാൻ ഓൺലൈൻ ക്ലാസ്സുകൾ വഴി, വെബ്സൈറ്റുകൾ വഴി, സോഷ്യൽ മാധ്യമങ്ങൾ വഴി സാധിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ, മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ അതിന് ധാരാളം പിന്തുണ നൽകി. തുടർന്ന് ഇന്ന് കുട്ടികൾക്ക് കമ്പ്യൂട്ടറും അതുപോലെ മൊബൈലും ആപ്പുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ അവർക്കറിയാം. അവർക്ക് അവരുടെ അറിവുകളെ തേടിപ്പിടിച്ച്, അധ്യാപകൻ്റെ സഹായമില്ലാതെ തന്നെ അവർക്ക് തേടിപ്പിടിച്ച് അറിവിൻ്റെ ലോകത്തേക്ക് അവർക്ക് തീർച്ചയായിട്ടും നടന്നെത്താൻ സാധിക്കും.
ഈ പുതിയ ലോകത്ത് പുതിയ അറിവുകളും പഴയ അറിവുകളും നമുക്ക് തീർച്ചയായിട്ടും സമൂഹത്തിന് പ്രയോജനം ചെയ്യും. എൻ്റെ എളിയ കവിതകൾ അത് മഹത്തരമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എഴുതിയത് എന്നെ സംബന്ധിച്ച് മഹത്തരമാണ്. അത് അനുവാചകരാണ് അതിൻ്റെ ശരിയും തെറ്റും അതിൻ്റെ ആസ്വാദനക്ഷമതയുമെല്ലാം തീരുമാനിക്കേണ്ടത്. ഒരു കവിത ആസ്വദിക്കുന്ന ആളാണ് അത് കവിത നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ അല്ലെങ്കിൽ ഇത് സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നതാണോ എന്ന് തീരുമാനിക്കുന്നത് ആസ്വാദകരാണ്. തീർച്ചയായിട്ടും നല്ല നല്ല കവിതകൾ ഈ ലോകത്ത് പിറക്കട്ടെ, ആശയങ്ങളോട് ഏറ്റുമുട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വ്യൂവേഴ്സിനും എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ കാലം തെറ്റിയ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിലെ അതിൻ്റെ രണ്ടാമത്തെ സമാഹാരമാണ്. ആ രണ്ടാമത്തെ കവിതാ സമാഹാരത്തിലെ ആദ്യത്തെ കവിതയാണ് സ്നേഹദൂത്. സ്നേഹദൂത് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു സ്നേഹദൂതനുണ്ട്. ഈ കെട്ടകാലത്തിൻ്റെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളിൽ നമ്മളെല്ലാം പ്രബുദ്ധരാണെങ്കിലും നമ്മൾ സ്നേഹരാഹിത്യത്തിലേക്ക് പോകും. ഈ അവസരത്തിൽ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലിരിക്കുന്ന ആ സ്നേഹദൂതനെ വിളിച്ചുണർത്തുകയാണ് ഈ കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു സ്നേഹദൂതനുണ്ടെന്നും ആ സ്നേഹദൂതൻ ഉണർന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്യാചാരങ്ങളോ ക്രൂരമായ ചിന്തകളിലേക്കോ ക്രൂരമായ പ്രവൃത്തികളിലേക്കോ നമുക്ക് പോകാൻ സാധിക്കുകയില്ല. അപ്പം അങ്ങനെ ഈ പ്രബുദ്ധമായ മനുഷ്യരാണെങ്കിലും മലയാളികളൊക്കെ പ്രബുദ്ധരാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ കാണുന്നത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്രൂരമായ ചിന്തകളും ക്രൂരമായ പ്രവർത്തനങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്ന ഈ ആദി മധ്യാന്ത അവസാനമില്ലാത്ത ഈ വൈകാരിക അനുഭൂതിയെ വളരെ മോശമായി കാണുകയും പ്രണയനൈരാശ്യം കൊണ്ട് തൻ്റെ പങ്കാളിയെ നശിപ്പിക്കുകയും കുത്തിക്കൊല്ലുകയും ആസിഡ് ഒഴിക്കുകയൊക്കെ ചെയ്യുന്ന ഈ കാലത്ത് സ്നേഹം എന്ന് പറയുന്ന ഈ വികാരം അത് ഉജ്ജ്വലമാക്കണം, ജ്വലിപ്പിക്കണം. എല്ലാ മനസ്സുകളിലും സ്നേഹമുണ്ടാവണം. അങ്ങനെയുള്ള ഒരു സ്നേഹദൂതനെ വിളിച്ച് ഉണർത്തുന്ന അല്ലയോ സ്നേഹദൂത, നീ എല്ലായ്പ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണം, എൻ്റെ എല്ലാ പ്രവൃത്തികളിലും നീ സ്നേഹം പകർന്നു തരണം, സ്നേഹം എന്നെ ഉപദേശിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു കവിതയാണ് സ്നേഹദൂത്. സ്നേഹത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടാത്ത ഒരു കവികളുമില്ല. എല്ലാ കവികളും സ്നേഹത്തെക്കുറിച്ച് പാടിയിട്ടുണ്ട്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹസാരമിക സത്യമേകമാം എന്ന് കുമാരനാശാനും, അതുപോലെ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ വയലാറും, അതുപോലെ പ്രേമസംഗീതം എഴുതിയ ഉള്ളൂരുമൊക്കെ തന്നെ ഒരൊറ്റ മതമുണ്ടുലകിന്വേരാം പ്രേമമതെന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബമായിട്ടുള്ള ഈ സ്നേഹത്തെപ്പറ്റി വാഴ്ത്താത്ത ഒരു കവികളും ഇല്ല. ചങ്ങമ്പുഴ സ്നേഹത്തിൻ്റെ ഗായകനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്നേഹദൂതനെ ഇവിടെ ഈ കവിതയിലൂടെ ഞാൻ വിളിച്ചുണർത്തുകയാണ്. എല്ലാവരിലും സ്നേഹം പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കവിത ഇവിടെ പൊതുജന സമക്ഷം ഞാൻ ഈ സമാഹാരത്തിലൂടെ സമർപ്പിച്ചിരിക്കുന്നത്. സ്നേഹദൂത വരിക വരിക നീ കലുഷമാനസത്താഴ്വാരങ്ങളിൽ കാട്ടുതീയിൽ ഒരു കുമി കാടകം കുളിർമഴയായി പെയ്തിറങ്ങൂ സഖേ. സ്നേഹദൂത വരിക വരിക നീ കലുഷമാനസത്താഴ്വാരങ്ങളിൽ കാട്ടുതീയിലൊരു കുമി കാടകം കുളിർമഴയായി പെയ്തിറങ്ങൂ സഖേ. ക്ഷുഭിത യൗവനത്തിപ്പൊരി ചിന്തുന്ന ചില്ലുപാത്രങ്ങളിലജ്ഞഭുക്കാകുവോർ സ്വേച്ഛയാൽ ഫലം ഒക്കെയളന്നവർ ചില്ലുപാത്രം എറിഞ്ഞുടച്ചിടുന്നു. കാമക്രോധാദി മാത്സര്യഭാവങ്ങൾ ചേർത്തു വീർത്തു വളരുന്നു ചിന്തയിൽ. എത്ര കണ്ടാലും അനുഭവിച്ചിടിലും ജ്ഞാനമാർഗം ഗ്രഹിക്കാത്തതെന്തിവർ.
മാതൃധർമ്മം പിതൃധർമ്മം എന്തിന് പുത്രധർമ്മവും ഭർത്തൃധർമ്മങ്ങളും രാജധർമ്മവും പൗരാവകാശവും ധർമ്മബോധം മറയുന്ന നൂദിനം. തത്വമസ്യാദി വാക്യപ്പൊരുളുകൾ അക്ഷരക്കൂട്ടിൽ ഉൾച്ചേർന്നിരിക്കുന്നു. അക്ഷമരാം മർത്യർ പലവിധം അർത്ഥമോദി നിരർത്ഥകമാക്കുന്നു. തത്വമസ്യാദി വാക്യപ്പൊരുളുകൾ അക്ഷരക്കൂട്ടിൽ ഉൾച്ചേർന്നിരിക്കുന്നു. അക്ഷമരാം മർത്യർ പലവിധം അർത്ഥമോദി നിരർത്ഥകമാക്കുന്നു. നിമിഷമിറ്റിക്കുമതിജീവനത്തിലൂടമൃതകുംഭങ്ങൾ നീട്ടും വിടവികൾ ധാർഷ്ട്യമോടെ രുചിക്കും മനുജന് അറിയുമോ അതിൻ നിർമ്മാണ വൈഭവം. നൊന്തുപെറ്റു വളർത്തിയോരമ്മയെ നൊമ്പരക്കൂട്ടിലൂട്ടുന്ന സന്താന ചേതനയിൽ പടരും നിരാസത്തെ സ്നേഹദൂതിലറിയിച്ചു പാടുക. നൊന്തുപെറ്റു വളർത്തിയോരമ്മയെ നൊമ്പരക്കൂട്ടിലൂട്ടുന്ന സന്താന ചേതനയിൽ പടരും നിരാസത്തെ സ്നേഹദൂതിലലിയിച്ചു പാടുക. ആർത്തി പൂണ്ട് സ്വരൂപിച്ചു കുട്ടിയ രത്നവൈരക്കല്ലും കിരീടവും ആരുടെയൊക്കെ കണ്ണീർ വഴികളിൽ മുൾക്കിരീടമായി രക്തം ചിതറിച്ചു. പെൺമനസ്സറിയാതെ പ്രണയിച്ചു പ്രേമഭംഗം സഹിയാതെ നിഷ്ഠൂര കാമുകൻ്റെ പ്രതീകാരദാഹങ്ങൾ മാതൃവാത്സല്യം തൂകിക്കെടുത്തുക. പെൺമനസ്സറിയാതെ പ്രണയിച്ചു പ്രേമഭംഗം സഹിയാതെ നിഷ്ഠൂര കാമുകൻ്റെ പ്രതികാരദാഹങ്ങൾ മാതൃവാത്സല്യം തൂകിക്കെടുത്തുക. മാതൃചുംബന സ്പർശമറിയാതെ അമ്മത്തൊട്ടിൽ പെരുന്ന ഹതഭാഗ്യ ജന്മനോവുകൾ നീ എടുത്തിടുക. കർമ്മമാർഗപ്രകാശം ചൊരിയുക. നോവുമേകാന്തരാവുകൾ പകലുകൾ ആത്മനൊമ്പര കണ്ണീർ കുടിക്കുന്ന ആതുരാലയ ചുമരുകൾക്കുള്ളിലായി വീർപ്പുമുട്ടുവോർക്ക് ആശ്വാസമേകുക. നോവുമേകാന്തരാവുകൾ പകലുകൾ ആത്മനൊമ്പര കണ്ണീർ കുടിക്കുന്ന ആതുരാലയ ചുമരുകൾക്കുള്ളിലായി വീർപ്പുമുട്ടുവോർക്ക് ആശ്വാസമേകുക. പശിയടക്കുവാൻ പഴുതുകൾ തേടുന്ന തെരുവിലന്തിയുറങ്ങും പതീതരാം ഉടുതുണിക്കു മറുതുണിയില്ലാത്ത ഭോഷജന്മങ്ങൾ ചേർത്തു പിടിക്കുക. സ്നേഹദൂത വരിക വരിക നീ പ്രണയവല്ലികൾ പൂക്കുന്നിടങ്ങളിൽ മാംസമോഹങ്ങൾ തല്ലിക്കൊഴിക്കാതെ ദിവ്യഗന്ധക്കുളിർ കാറ്റ് വീശുക. സ്നേഹദൂത വരിക വരിക നീ പ്രണയവല്ലികൾ പൂക്കുന്നിടങ്ങളിൽ മാംസമോഹങ്ങൾ തല്ലിക്കൊഴിക്കാതെ ദിവ്യഗന്ധക്കുളിർ കാറ്റു വീശുക. വന്നു ചേരുമോരധികാരഡംഭിനാൽ നിസ്വവർഗത്തിൻ ചോര കുടിക്കുന്ന ധൂർത്തമോഹം ഗ്രസിച്ച നരാധിപ മനസങ്ങളെ നേർവഴിയാക്കുക. സ്നേഹദൂത വരിക വരിക നീ സ്നേഹസാന്ത്വന ഗീതികൾ പാടുക. സ്നേഹമാണി അഖില ലോകത്തിനും അമൃതവർഷിണിയാകും ശ്രുതിലയം. സ്നേഹദൂത വരിക വരിക നീ സ്നേഹസാന്ത്വന ഗീതികൾ പാടുക. സ്നേഹമാണി അഖില ലോകത്തിനും അമൃതവർഷിണിയാകും ശ്രുതിലയം. അമൃതവർഷിണിയാകും ശ്രുതിലയം. എൻ്റെ ആദ്യ കവിതാ സമാഹാരമായ മൗനം വിഴുങ്ങുന്ന സന്ധ്യ അതെൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ്. അതിൽ വളരെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ ആളുകൾ വായിച്ച ഒരു കവിതയാണ് അനാഥം. ഈ വളരെ വിശാലമായ ലോകത്ത് ഏകാന്തത അനുഭവിക്കുന്ന ഒരുപാട്
മാതാപിതാക്കൾ ഇന്ന് ഉണ്ട്. ജീവിതത്തിൻ്റെ പച്ചകൾ തേടി അയൽനാട്ടിലും അന്യനാട്ടിലും പാഞ്ഞു പോകുന്ന യുവത്വം അറിയുന്നില്ല അവരെ വളർത്തിയ വലുതാക്കിയ മാതാപിതാക്കളുടെ ദുഃഖം. അങ്ങനെ ഒരു മാതാവിൻ്റെ, ഒരമ്മയുടെ, അനാഥമായി പോയ ഒരമ്മയുടെ വിഷാദം നിറഞ്ഞ ജീവിതം വരച്ചു കാട്ടുന്ന ഒരു കവിതയാണ് അനാഥം എന്ന് പറയുന്ന കവിത. വലിയൊരു തറവാട്ടിൽ ഒരു കൂട്ടുകുടുംബമായി കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലെ ഒരമ്മ തൻ്റെ മക്കളെ വലിയ പ്രതീക്ഷയോടെ വളർത്തുകയും അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി അന്യനാടുകളിലേക്ക് പോവുകയും ചെയ്തപ്പോൾ അവർ ഒറ്റപ്പെട്ടു പോയി ആ വലിയ തറവാടിൽ. പിന്നെ അവിടെ ഒച്ചയും ബഹളങ്ങളും ഒന്നുമില്ലാതെ വലിയൊരു മരത്തിൻ്റെ ഒരു ചില്ലയിൽ കൂടുകൂട്ടിയ ഒരു ഏകാന്ത പക്ഷിയെപ്പോലെ അവർ ഒറ്റപ്പെട്ടു പോയി. അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ദീനം വിലപിക്കുകയാണ്. ആരെങ്കിലും വരുമോ, തൻ്റെ മക്കളിൽ ആരെങ്കിലും എന്തെങ്കിലും ഈ പടി കടന്ന് വരുമോ എന്ന് കാത്തിരുന്നുകൊണ്ട് അവരിങ്ങനെ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരു അമ്മ. ആ അമ്മയുടെ അനാഥത്വത്തിൻ്റെ ഒരു ഛായാചിത്രമാണ് അനാഥം എന്ന കവിത. ഞാനൊരനാഥ ഇത്തറവാട്ടുമുറ്റത്തെത്ര വസന്തമിതൾ കൊഴിഞ്ഞു, കൊക്കിയിലൊതുങ്ങാതെ മോഹങ്ങളൊക്കെയും പിച്ച നടന്നു പടി കടന്നു. ഞാനൊരനാഥ ഇത്തറവാട്ടുമുറ്റത്തെത്ര വസന്തമിതൾ കൊഴിഞ്ഞു, കൊക്കിയിലൊതുങ്ങാതെ മോഹങ്ങളൊക്കെയും പിച്ച നടന്നു പടി കടന്നു. കണ്ണിൻ മണികളാം ബാല്യങ്ങളൻ വിരൽ തുമ്പിലെ സ്നേഹമധു നുകർന്നും, ചിരിച്ചും കളിച്ചും ചിറകുമുളച്ചവർ എങ്ങോ പറന്നങ്ങകന്നു പോയി. വരുവാനുണ്ടാരോ എന്നായിരം വട്ടം ഈ കാറ്റൻ്റെ വാതിലിൽ വന്നലച്ചു. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അമ്മ. ആരെങ്കിലുമൊക്കെ, തൻ്റെ മക്കളാരെങ്കിലുമൊക്കെ വിദേശത്ത് നിന്ന് വന്ന് ഈ പടികടന്ന് വരും എന്ന് കാത്തിരിക്കുകയാണ് അമ്മ. അത്ര ദുഃഖിതയാണ്. വരുവാനുണ്ടായി ആരോ എന്നായിരം വട്ടം ഈ കാറ്റൻ്റെ വാതിലിൽ വന്നലച്ചു, വന്നില്ലയാരുമീ ഗതകാല മൗനം വിതുമ്പുമീ കണ്ണിൻ വെളിച്ചമായി. പടുമരച്ചില്ലയിൽ കൂടൊഴിഞ്ഞന്തിയിൽ ഒരു ചെറു കാറ്റിൻ്റെ താലോലവും, ഒരു വിരൽ തുമ്പിൻ്റെ താങ്ങും തണലുമെന്നാർത്ത മോഹത്താൽ പുലർന്നിടുന്നു. ഉദയരവി കിരണം രചിക്കും പകലൻ്റെ ജീവൽ തുടിപ്പുകൾ കാർന്നെടുത്തു. ഉദയരവി കിരണം രചിക്കും പകലൻ്റെ ജീവൽ തുടിപ്പുകൾ കാർന്നെടുത്തു. തളരുന്നൊരസ്തമന ചെങ്കതിർമിഴികളൻ കണ്ണിൻ വെളിച്ചം കവർന്നെടുത്തു. അവരുടെ കാതും കണ്ണുമൊക്കെ പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായം. ഉദയരവി കിരണം രചിക്കും പകലൻ്റെ ജീവൽ തുടിപ്പുകൾ കാർന്നെടുത്തു. തളരുന്നൊരസ്തമന ചെങ്കതിർമിഴികളൻ കണ്ണിൻ വെളിച്ചം കവർന്നെടുത്തു. സുഹൃതങ്ങളൊക്കെ ഒഴുക്കുവെള്ളം പോലെ പെയ്തങ്ങൊഴുകി മറഞ്ഞുപോയി. ഒഴുകി മറയുവാൻ കഴിയാതെ ജീവിതം വരളും ചെളിക്കൂന മാത്രമായി. സുഹൃതങ്ങളൊക്കെ ഒഴുക്കുവെള്ളം പോലെ ഒഴുകി മറഞ്ഞുപോയി. ഈ സുഹൃതങ്ങളെല്ലാം അവർ അന്ന് വരെ ചെയ്ത ജീവിതത്തിൽ സുഹൃതങ്ങളൊക്കെ ഒഴുക്കുവെള്ളം പോലെ, ഒരു പെയ്ത്ത് വെള്ളം പോലെ അങ്ങ് ഒഴുകി മറഞ്ഞുപോയി. പിന്നെ ബാക്കിയുള്ളത് ഈ ചെളിക്കൂന മാത്രമാണ്. ജീവിതത്തിൽ അവശേഷിച്ച ഒരു ചെളിക്കൂനയിലാണ് അവരിന്ന് ഓർമ്മകളുമായി ജീവിച്ചു പോകുന്നത്. നിറഞ്ഞ പ്രതാപം പൊടിഞ്ഞു തകർന്നതാം തറവാട്ടുമണ്ണിൻ കിതപ്പൂകളും, വളർന്നുള്ള പാഴ്ചെടി കുടിലുകൾ കയ്യേറി മറയുന്നു പൂമുഖ പെരുമകളും. നിറഞ്ഞ പ്രതാപം പൊടിഞ്ഞു തകർന്നതാം തറവാട്ടുമണ്ണിൻ കിതപ്പൂകളും, വളർന്നുള്ള പാഴ്ചെടി കുടിലുകൾ കയ്യേറി മറയുന്നു പൂമുഖ പെരുമകളും. വിണ്ണിലെ താരങ്ങൾ മിന്നുന്ന സ്വപ്നങ്ങൾ പകൽ വെളിച്ചത്തിലൊളിച്ചു വയ്ക്കും. രാവിൻ്റെ നൊമ്പര കതിരുകൾ നെഞ്ചിലെ സ്വപ്നാടനങ്ങൾക്ക്
ഈണമാകും. വിണ്ണിലെ താരകൾ മിന്നുന്ന സ്വപ്നങ്ങൾ പകൽ വെളിച്ചത്തിലൊളിച്ചു വയ്ക്കും. രാവിൻ്റെ നൊമ്പരാഗീതികൾ നെഞ്ചിലെ സ്വപ്നാടനങ്ങൾക്കൊരീണമാകും. ഏകാന്ത രാവുകളിൽ അവർ നൊമ്പരത്തോടുകൂടി കഴിയുന്നൊരു ചിത്രമാണ്. ഞാനൊരനാഥ ഈ ജീവിത വഴികളിൽ എത്രയോ കാതം നടന്നുപോയി. ലക്ഷ്യങ്ങളൊന്നുമേ മരുപ്പച്ച പോൽ ഇത്തിരി മോഹങ്ങൾ പൂവിരിച്ചു. ലക്ഷ്യങ്ങൾ എന്നും ഒരു മരുപ്പച്ച പോൽ ഇത്തിരി മോഹങ്ങൾ പൂവിരിച്ചു. ആശിച്ചതൊക്കെ നവകുസുമങ്ങൾ തൻ നഷ്ടസുഗന്ധങ്ങളായിരുന്നു. പൊട്ടിമുളച്ചൊരി മണ്ണിൻ്റെ ഉള്ളറയ്ക്കുള്ളിലൻ തേങ്ങലമർന്നിടട്ടെ. ആശിച്ചതൊക്കെ നവകുസുമങ്ങൾ തൻ നഷ്ടസുഗന്ധങ്ങളായിരുന്നു. പൊട്ടിമുളച്ചൊരി മണ്ണിൻ്റെ ഉള്ളറയ്ക്കുള്ളിലൻ തേങ്ങൽ അമർന്നിടട്ടെ. ഈ ജനിച്ച മണ്ണിൽ, പൊട്ടിമുളച്ച് വന്ന മണ്ണിൽ തന്നെ ഞാനിങ്ങനെ എൻ്റെ തേങ്ങലോടുകൂടി അവസാനിക്കുമാറാകട്ടെ എന്ന ഒരു വേദനയുറ്റ പ്രാർത്ഥനയോടെ ആ അമ്മ തൻ്റെ മക്കളെയും കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ അനാഥം എന്ന എൻ്റെ കവിതയിലൂടെ വിവരിച്ചിരിക്കുന്നത്. കവിതാരാമത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം.